നമസ്കാരം ഗൈസ്, വെൽക്കം ടു ഹൈഷൻസ് മോട്ടോർ വർക്ക്സ്. നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഹസ്ക് എന്ന കമ്പനിയുടെ സ്പാർക്ക് പില്ലിയൻ എന്ന ബൈക്കാണ്. ഇതിപ്പോൾ ഫോർ സെയിൽ വണ്ടിയാണ്. ഇത് അവർ 3 lakh rupees ചോദിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നെഗോഷിയേറ്റ് ചെയ്യാം. 3 lakh rupees OLX ഇത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണണമെങ്കിൽ OLXൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ കൊടുത്തിരുന്നാൽ മതി. ഓക്കെ, വണ്ടിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യം ചാവിയിലേക്ക് പോകാം. ഇതാണ് വണ്ടിയുടെ ചാവി വരുന്നത്. സാധാ സിമ്പിൾ കീ ആണ്. പ്രത്യേകിച്ച് ഹിഡൻ ഫീച്ചറൊന്നുമില്ല. സാധാ സിമ്പിൾ കീ. ഇവിടെ ഹസ്കോറിൻ്റെ ബാഡ്ജിങ് ഉണ്ടായിരുന്നു, പോയി. ഹസ്കോറിൻ്റെ ബാഡ്ജിങ് കൊണ്ട്. പിന്നെ ഇവിടെ ചാവി, ഇവിടെ ഒരു എന്താണ് കീ ചെയിൻ, അത് സെപ്പറേറ്റ് ആണ് ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പം നമുക്ക് വണ്ടിയിലേക്ക് പോകാം. നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഞാൻ കത്തി കാണിച്ചു തരാം. അങ്ങനെ ഇതാണ് സംഭവം. വണ്ടി ഓണാക്കിയിരിക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നെക്കിൽ സ്വിച്ച് ഒന്ന് താത്ത് വെച്ചിട്ട്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ LED സെറ്റപ്പാണ്. നിങ്ങൾക്ക് LED ലൈറ്റിൻ്റെ ബൾബ് കാണാമായിരിക്കും. പിന്നെ ഇവിടെ ഹസ്കോറിനയുടെ ബാഡ്ജിങ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വീണ്ടും മഡ്ഗാർഡ് ഹസ്കോറിനയുടെ ബാഡ്ജിങ്. പിന്നെ വലിയ സസ്പെൻഷൻ തന്നെ വരുന്നത്. പിന്നെ LED ടേൺ ലാംപ്സാണ്. ഞാൻ കത്തിച്ച് കാണിച്ചു തരാം. കാണാമായിരിക്കും. ഇത് വളരെ കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. വെറും 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഇത് എപ്പോഴാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ അവിടെ താഴെ ഞാൻ കൊടുത്തിരിക്കാം. പിന്നെ സ്റ്റാർ പില്ലിയൻ്റെ ബാഡ്ജിങ് കൊണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഗാർഡുണ്ട്. ഇതെന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല. എനിക്ക് എന്നാൽ ബോഡിക്ക് ഒന്ന് തട്ടായിരിക്കാനായിരിക്കാം. പിന്നെ ഇവിടെ പെട്രോൾ ടാങ്ക് ഓപ്പൺ ചെയ്യാനുള്ള കവറുണ്ട്. നമുക്കൊരു ഭയങ്കര റഫ് വണ്ടിയാണ്. റഫ് വണ്ടി എന്ന് വെച്ചാൽ ഭയങ്കര റഫാണ്. റഫെന്ന് വെച്ചാൽ നമ്മളെ പണ്ടത്തെ ഡ്യൂക്ക് പോലത്തെ വണ്ടിയാണിത്. ഇവിടെ അത് പിന്നെ അവസാനം പറയാം. പിന്നെ ഇവിടെ നമുക്ക് റേഡിയേറ്റർ വരുന്നുണ്ട്. പിന്നെ നമ്മളെ ഗാർഡ് വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഫുൾ എൻജിൻ സെറ്റപ്പ് കാണാമായിരിക്കും. പിന്നെ ഇവിടെ നമ്മൾ ഗിയർ ഇടാനുള്ള സെറ്റപ്പ് വരുന്നുണ്ട്. ഇവിടെയാണ് ബാക്കിൽ ആളെ കാല് വയ്ക്കാനുള്ള. അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് സൈലൻസറും. പിന്നെ ഇവിടെയാണ് 250യുടെ ബാഡ്ജിങ്. പിന്നെ ഇവിടെ ആ 250 അതേ കളറിൽ തന്നെ സ്റ്റിച്ചിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്യുവൽ കളർ, സാധാ കൂടിയ ബൈക്കുകളിൽ വരുമ്പോൾ വൈറ്റ്, ബ്ലാക്ക്, ക്രോം, വീണ്ടും ക്രോം, ബ്ലാക്ക്. പിന്നെ ഇത് ആക്സിലേറ്റർ, ബ്രേക്ക്, അതൊക്കെ ബാക്കിയുള്ള അപ്പുറ സിസ്റ്റമൊക്കെ നമുക്ക് അകത്തോട്ട് പോകുമ്പോൾ ആദ്യം എക്സ്റ്റീരിയർ മാത്രം പറഞ്ഞു. പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെയാണ്. ഇത് നമുക്ക് ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിക്കാൻ, ഇത് നമുക്ക് റേഡിയേറ്ററിൽ ഒഴിക്കാൻ, റേഡിയേറ്ററിൻ്റെ സംഭവം ഒഴിക്കാൻ. പിന്നെ ഇത് ബാക്ക് ലൈറ്റ് ഞാൻ ഇപ്പോൾ കത്തിച്ച് കാണിച്ചു തരാം. അതുകൊണ്ട് ഇങ്ങനെയിരിക്കും ബാക്ക് ലൈറ്റ് കത്തുമ്പോൾ. ഇൻഡിക്കേറ്റർ ഇട്ടാൽ ഇങ്ങനെ ഇരിക്കും. പുറത്ത് ഇൻഡിക്കേറ്റർ ഇട്ടാൽ ഇങ്ങനെ ഇരിക്കും. ഇതിന് ഹസാർഡ് സിസ്റ്റം വരുന്നില്ല, കാരണം ഇത് അത്രയും പഴയ വണ്ടിയാണ്. ശകലം പഴയ വണ്ടിയാണ്. 2022 സംതിങ്ങിൽ വാങ്ങിച്ച വണ്ടിയാണ്. ഇവിടെ ഇത്ര ഒരു കവറിങ്, ഇവിടെ സസ്പെൻഷൻ അവിടെയാണ് വരുന്നത്. ഈ വണ്ടിക്ക് ഇവിടെ ഫ്രീ ആണ്. പക്ഷേ ഇതിൻ്റെ ചെളിയൊന്നും അത്ര ഇവിടെ അടിക്കില്ല. അങ്ങനത്തെ അതിൻ്റെ മെയിൻ കാരണക്കാരൻ ഇതാണ്. ഈ ഒറ്റ ലൈറ്റല്ല, ഈ മഡ് ഗാർഡ് കാരണം ഇങ്ങോട്ടേക്ക് ചെളി തെറിക്കില്ല. പിന്നെ സൈലൻസർ വരുന്നുണ്ട്. പിന്നെ ബ്രേക്സ് ഡിസ്കാണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഡിസ്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെല്ലാം ഉണ്ടെങ്കിൽ പറയാം. പിന്നെ ഇവിടെ നമുക്ക് ചേഞ്ച് കാണാം. പിന്നെ വീണ്ടും താഴെ ഇവിടെ കാലിയാണ്, പക്ഷേ അപ്പുറത്ത് ഹസ്കോറിനയുടെ ബാഡ്ജിങ് ഉണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം. പിന്നെ ഇവിടെ ഗിയറുണ്ട്. 5 ഗിയർ സിസ്റ്റമാണ് പിന്നെ ഉള്ളത്. പിന്നെ ഇവിടെ വീണ്ടും റേഡിയേറ്റർ. പിന്നെ ഇവിടെ ചാവി വെച്ച് തുറക്കാനുള്ള ലോക്ക് ഇടാനുള്ള സിസ്റ്റമാണെന്ന് തോന്നുന്നു. ആണെങ്കിൽ ഞാൻ എന്തായാലും താഴെ കൊടുത്തിരിക്കാം. ഇത് നമുക്ക് ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ക്ലച്ച്, ഇത് സാധനം ഹാൻഡിൽ. ഇനി നമുക്ക് വണ്ടിയുടെ അകത്തേക്ക് പോകാം. ഒരു കാര്യം പറയാൻ വിട്ടു ഗൈസ്, ഇത് നമ്മൾ അലോയ് വീൽസാണ്. എത്ര ഇഞ്ചെന്ന് ചോദിച്ചാൽ ട്യൂബ്ലെസ് ആണ്. റേഡിയൽ ടയേഴ്സാണ്. ഇത് മിക്ലിൻ അങ്ങനെ ഒരു കമ്പനിയാണ്. എൻ്റെ പേരെനിക്ക് മെയ്ഡ് ഇൻ സ്പെയിനാണ് ഈ ടയേഴ്സ്. ഇതിൻ്റെ സൈസ് ചോദിച്ചാൽ 170 180. ഞാൻ ബാക്കിലെ ടയറിൻ്റെ സൈസ് കൂടി നോക്കാം. നമുക്ക് ഞാൻ എത്ര വയസ്സ് താഴെ കൊടുത്തിരിക്കാം. 170/60 or 70 ഇഞ്ചിൻ്റെ ടയറാണിത്. ഇത് R17 നോക്കട്ടെ ഗൈസ്.
അതിന് കറക്റ്റ് അറിഞ്ഞൂടാ. എന്തായാലും അകത്തേക്ക് വരുമ്പോൾ ഇതേപോലത്തെ സൗണ്ടാണ് ഈ വണ്ടിക്കും ഉള്ളത്. ഇവിടെ നമുക്ക് ഹസ്കറിൻ്റെ ബാഡ്ജിങ് കൊണ്ട് ലിഫ്റ്റ് ചെയ്ത് നമുക്ക് പെട്രോൾ ടാങ്ക് തുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് തുറന്നതിന് ശേഷം ഇതിനകത്ത് എത്ര ലിറ്റർ കപ്പാസിറ്റി എന്ന് വെച്ചാൽ താഴെ കൊടുത്തിരിക്കാം. എനിക്ക് തോന്നുന്നു ഈ വണ്ടിയുടെ വെയിറ്റ് 285 ആണ്. പിന്നെ ഇത് നല്ല ഹൈറ്റുള്ള വണ്ടിയാണെന്ന് വെച്ചാൽ എൻ്റെ അത്ര ഹൈറ്റുണ്ട്, എൻ്റെ ഹിപ്പ് വരെ എത്തുന്ന ഹൈറ്റുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇത് എക്സ്ട്രാ വെച്ചാണ് മൊബൈൽ ഹോൾഡർ. കുറേ വർഷം അതാണ് എൻ്റെ സൗണ്ട് കേൾക്കുന്നത്. പിന്നെ പഴയ ബുള്ളറ്റിന് പോലത്തെ റൗണ്ട് എന്താണ് നമ്മുടെ മിറർ. പിന്നെ ഇവിടെ വണ്ടി ഓൺ ചെയ്യും. ഇവിടെ കുറേ ബട്ടൺസ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ മോഡ് സെലക്ട് ചെയ്യാനാണ്. എന്താ ഇതാക്കിയത് ഫ്യൂൽ ഗേജ്. ഇനി 80 കിലോമീറ്റർ ഓടാനുള്ള എന്താണ് റേഞ്ച് ഉണ്ട്. പിന്നെ ട്രിപ്പ് 1 2375 മിനിറ്റ് ഓടിച്ചിട്ടുണ്ട് ഈ വണ്ടി. അത്ര ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ താഴെ കൊടുത്തിരിക്കാം. പിന്നെ ഇത് ട്രിപ്പ് 2 ആകെ എന്തിനു കൊടുക്കുന്നു. പിന്നെ ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ നോക്കട്ടെ. എന്തെങ്കിലും ആകട്ടെ, അവസാനം നോക്കാം. പിന്നെ ഇത് ഹാർഡ് ബട്ടൺ ഉണ്ട്. നിൽക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. ABS എനേബിൾ ആവുന്നുണ്ട്. നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കുമ്പോൾ സൂപ്പർ മോട്ടോ മോഡിലേക്ക് പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒടുക്കത്തെ ആക്സിലേഷൻ പിടിക്കാനുള്ള പവർ ഇപ്പോൾ ഈ വണ്ടിക്കകത്തുണ്ട്. അപ്പോൾ നമുക്ക് ആ മോഡ് ഈസിയായിട്ടങ്ങ് മാറ്റാം. അതിനാദ്യം ഇത് പിടിച്ച് വയ്ക്കുക. പിന്നെ സൂപ്പർ മോട്ടോ ബാക്ക് ടു റോഡ്. ഇതിപ്പോൾ റോഡിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പം വണ്ടിയുടെ ഹീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എത്രാമത്തെ ഗിയറാണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്പീഡ് കൊടുത്തിട്ടുണ്ട്. റോഡ് എന്താണ് മോഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സ്പീഡ് എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ കൊടുത്തിട്ടുണ്ട്. ഗേജ്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ സാർ. ട്രിപ്പ് 1 16 കിലോമീറ്റർ ഓടിട്ടുണ്ട്. ട്രിപ്പ് 2 16 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ വണ്ടി കറക്റ്റ് പറഞ്ഞാൽ 16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ടോട്ടൽ. പിന്നെ ഇത് നമുക്ക് RPM മീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്തായാലും ലൈറ്റ് കത്തുന്നതാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ എൻജിൻ്റെ വാണിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് ന്യൂട്രലാണെന്നുള്ള കൊടുത്തിട്ടുണ്ട്. ABSൻ്റെ ലൈറ്റ് ഉണ്ട്. നമ്മൾ വണ്ടി ഓഫ് ചെയ്യുകയാണെങ്കിൽ ഓൺ ചെയ്യുകയാണെങ്കിൽ വേണ്ട ഹെഡ്ലൈറ്റിൻ്റെ ലൈറ്റ് ഉണ്ട്. ഇവിടെ പിന്നെ കുറേ ഒളിഞ്ഞിരിപ്പുണ്ട് ലൈറ്റുണ്ട്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ കീയുടെ ലൈറ്റ് ഉണ്ട്. ഇവിടെ ഉണ്ട്. അത് കാണാൻ പറ്റില്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം. അതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. യെസ്, കീയുടെ ലൈറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഇത്രയും പ്രത്യേകിച്ച് സംഭവം ഇവിടെ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റ് ഉണ്ട്. ഞാൻ കാണിച്ചത്. പിന്നെ ഇത് ഹൈ ബീമിൻ്റെ ലൈറ്റ്. ഇതിൻ്റെ ഹൈ ബീം ഇവിടെ ഇതിനാണ് ഹൈ ബീമിൻ്റെ ലൈറ്റ്. ഓൾറെഡി ഹൈ ബീമിലാണ് നടക്കുന്നത്. ഇതാണ് പാസർ ലൈറ്റ്. ഓക്കെ മിസ്. കാരണം നല്ല ബ്രൈറ്റ്നെസ് ഉള്ള ലൈറ്റാണ് ഇതിന്. പിന്നെ വലിയ ഹോണാണ്. പിന്നെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. പിന്നെ ലൈറ്റ് കത്തിച്ച് ഞാൻ കാണിച്ചുതരാം. രണ്ട് ലൈറ്റും കത്തും ഇതിൻ്റെ നമ്മൾ നിൽക്കുമ്പോൾ. ഇനി ഇതിൻ്റെ റൗണ്ട് DRLാണ്. പിന്നെ ഇവിടെ നമുക്ക് എന്താണ് ലൂസ് ചെയ്യാനോ ടൈറ്റ് ചെയ്യാനോ സിസ്റ്റം ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ഉണ്ട്. പിന്നെ ഇത്രമാത്രമാണ് ഇതിൻ്റെ സംഭവം. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിക്കാം. പിന്നെ വീണ്ടും റൗണ്ട് സംഭവം. പിന്നെ കിൽ സ്വിച്ച്. ഇതിൻ്റെ എന്താണ് എൻജിൻ ചെക്ക് എല്ലാം നടക്കുന്നത് നമ്മൾ കിൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ്. ആ സൗണ്ട് നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് കേൾപ്പിച്ചുതരാം. നമുക്ക് ഇതിൻ്റെ എൻജിൻ സൗണ്ട് കേൾക്കാം. ആദ്യം ആസ് ഓൾവേസ് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ ട്രിപ്പ് മീറ്റർ കറങ്ങും. പയനിയറിംഗ് സിൻസ് 1903. ഈ വണ്ടിക്ക് 300 km/h സ്പീഡ് വരെ പോകാനുള്ള പവറുണ്ട് ഇതിന്. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. സ്വിച്ച് ഓഫ്. വണ്ടി ന്യൂട്രലാണ്. ജസ്റ്റ് ഇത്രയുള്ളൂ. സോ സിമ്പിളാണ്. പിന്നെ ഇതിന് ഭയങ്കര സൗണ്ടാണ്. കാരണം ഇത്
പഴയ ഹസ്കറിനയുടെ എൻജിനിൽ സിസ്റ്റമാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന വല്ലതും കേൾക്കാമോ എന്ന് തന്നെ എനിക്കറിഞ്ഞൂടെ. ഞാൻ അതുകൊണ്ടാണ് ഇത്ര അയക്കുന്നത്. ഇവിടെ നമ്മൾ സസ്പെൻഷൻ വരുന്നത്. വണ്ടി എൻജിൻ സൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ വായനകത്ത് വെച്ച് ഫോൺ സംസാരിക്കുന്നതാക്കാൻ പറഞ്ഞാൽ ഇതുകൊണ്ട് നല്ല രീതിയിൽ എൻജിൻ സൗണ്ട് ഈ വണ്ടിക്കുണ്ട്. പഴയ ഹസ്കറിൻ്റെ പഴയ KTM KTM 390 ഡ്യൂക്ക് പോലത്തെ വണ്ടിയുള്ള റോ ഫീൽ അറിയാമെങ്കിൽ നിങ്ങൾ ഈ വണ്ടി എടുക്കണം. ഈ വണ്ടി ഇപ്പോൾ ഫോർ സെയിലാണ്. 3 lakhs rupees ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് OLXൽ കോൺടാക്ട് ചെയ്യുക. അത്രമാത്രമേ ഉള്ള വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന്. ഈ വണ്ടി എടുക്കണമെങ്കിൽ ഇതിൻ്റെ OLXൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. എല്ലാവരും നോക്കുക. ഓക്കെ, ബൈ.